Hello everyone, I am Megha from the Department of BCA. Today we are going to discuss about the second module of the subject Fundamentals of Computers and Computational Thinking under FIUGP Calcutta University. So our second module is dealing with computer hardware. Computer hardware means the physical components that make up a computer system. So these physical components can do a wide variety of tasks from the basic calculations to the complex data processing. So let's look at the key components of computer hardware. So the key components includes CPU, motherboard, memory, storage, power supply unit, graphic processing unit, that is GPU, then cooling systems, input output devices, and network interface cards. Okay, so CPU means is the brain of the computer. It will accept instructions from the software and it will do multitasking. CPU constitute all the activities in the computer tasking. അതായത് സി പി യുവിൽ നമ്മൾ സോഫ്റ്റ്വെയറിൽ നിന്ന് പല ഇൻസ്ട്രക്ഷൻസും വാങ്ങിച്ച് പല ഡിഫറെൻറ്റ് കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ചെയ്യാൻ സി പി യു ഇവിടെ ഹെൽപ്പ് ചെയ്യും കമ്പ്യൂട്ടർ. അതുപോലെ തന്നെ മൾട്ടി ടാസ്കിംഗ് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം വി ക്യാൻ ഡു മൾട്ടിപ്പിൾ ടാസ്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സി പി യു. Okay, so the next one is motherboard. So motherboard is the circuit board which connects all the devices in the computer and it will help the devices to communicate with each other. അപ്പോൾ മദർബോർഡ് ആണ് നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഹാർഡ്വെയർസിനും നമ്മൾ കണക്ട് ചെയ്യാൻ നമുക്ക് മദർബോർഡ് യൂസ് ചെയ്യാം. ഈ ഹാർഡ്വെയർസിന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾസോ പോസിബിൾ ത്രൂ motherboard. Then the next is memory, that is the RAM. RAM is the short-term memory. Here we are storing the data in RAM where the CPU is needed the quick data. That is, if നമുക്ക് സി പി യുവിന് പെട്ടെന്ന് ആവശ്യമുള്ള ഡാറ്റയാണ് നമ്മൾ ഒരു ഷോർട്ട് ടേം മെമ്മറി ആയിട്ടുള്ള റാമിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുക. അതായത് അത്യാവശ്യമായിട്ട് സി പി യു എന്തൊക്കെ കാര്യങ്ങളാണോ നമുക്ക് റാമിനോട് മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള അത്യാവശ്യമായിട്ട് സി പി യുവിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ റാമിൽ സ്റ്റോർ ചെയ്യുക. ഇറ്റ് ഈസ് എ ഷോർട്ട് ടേം memory. Then next is storage. Storage is dealing with HDD and SSD. That is, HDD means hard disk driver. So it is having higher capacity, but the performance, that is regarding their speed, is very low compared to SSD. SSD means solid state driver. Here the capacity is high as well as the speed is also high. Okay, HDD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതായത് കുറച്ച് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത ഒരു കാര്യമാണ് എച്ച് ഡി ഡി എന്ന് പറഞ്ഞത് സ്റ്റോറേജിൻ്റെ കേസിൽ. അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ പല ഹാർഡ്വെയർ ഡിവൈസസും അതിനകത്തുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡ് കപ്പാസിറ്റി ഹൈ ആണ്, പക്ഷേ സ്പീഡ് ഈസ് വെരി ലോ കമ്പയർഡ് ടു SSD. നെക്സ്റ്റ് ഈസ് പവർ സപ്ലൈ യൂണിറ്റ്, ദാറ്റ് ഈസ് PSU. Power supply unit is dealing with giving power to all the hardwares to work. So it will maintain the power supply with all the ഹാർഡ്വെയർ കോമ്പോണൻസ്. എല്ലാ ഹാർഡ്വെയർ കോമ്പോണൻസിലും കറക്റ്റ് വർക്ക് ചെയ്യാൻ കറക്റ്റായിട്ടുള്ള പവർ സപ്ലൈ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് പവർ സപ്ലൈ യൂണിറ്റ്. നെക്സ്റ്റ് ഈസ് ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇറ്റ് ഈസ് ഡീലിംഗ് വിത്ത് ഇമേജസ് ആൻഡ് വീഡിയോസ്. ഓക്കെ, നമ്മൾ ഇമേജോ വീഡിയോ ആയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ്. അതുപോലെ തന്നെ ഗെയിമിങ്ങിന്, പിന്നെ വീഡിയോ പ്രോസസ്സിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈസ് കൂളിംഗ് സിസ്റ്റം. സംടൈംസ് from the CPU as well as from GPU, there will be a high emission of heat. Then by using the cooling systems like fans and heat sinks, it will reduce the heat from the GPU and CPU and it will maintain a constant temperature inside the system. അപ്പോൾ കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമുക്ക് GPU അതുപോലെ തന്നെ CPU എന്നൊക്കെ ഹീറ്റ് കൂടുതലായിട്ട് വരുന്ന കേസിൽ അത് കമ്പ്യൂട്ടറിന് അഡ്വേഴ്സ് ആയിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടി വി ക്യാൻ യൂസ് ദ കൂളിംഗ് സിസ്റ്റം ലൈക്ക് ഫാൻസ് അല്ലെങ്കിൽ ഹീറ്റ് സിങ്സ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നെക്സ്റ്റ് ഈസ് ദ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. Okay, so the users can interact with the system through the input and output devices. Input system can be keyboard, mouse, etc. and output system can be printers, scanners, monitors, etc. Okay. The next is network interface card. If you want to connect a computer system with the network, we can use the network interface card.
So we can connect our device with other device, and communication is also possible through NIC. അപ്പോൾ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സിസ്റ്റം മറ്റൊരു സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷനും വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് NIC. സോ ദീസ് ആർ ദ കോമ്പോണൻറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. So rest of the topics will be covered in our upcoming videos. Thank you for watching.